ഹായ്. ഇന്ന് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന മിക്ക വിദ്യാർത്ഥികളും ആദ്യം പഠിക്കുന്ന ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഓട്ടോകാഡ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഭൂരിഭാഗം എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സിലബസുകളിലും ഓട്ടോകാഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഓട്ടോകാഡിൽ കമാൻഡ് പഠിക്കുന്നത് മാത്രം മതിയാകില്ല. ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന പ്രൊഫഷണൽ ഡ്രോയിങ്സ് തയ്യാറാക്കാനും കാഡ് സ്റ്റാൻഡേർഡ്സ് പാലിക്കാനും ശരിയായ വർക്ക് ഫ്ലോ ഫോളോ ചെയ്യാനുമാണ് നമ്മൾ യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത്. അതിനുള്ള ഒരു ചെറിയ ശ്രമമാണ് ഈ ട്യൂട്ടോറിയൽ സീരീസ്. ഇന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് ഓട്ടോകാഡിലെ ലെയർ സിസ്റ്റമാണ്. ലെയർ എന്നത് ഡ്രോയിങ്ങിലെ ഓരോ ഒബ്ജക്റ്റിനെയും പ്രത്യേക വിഭാഗങ്ങളായി ക്രമീകരിക്കുന്ന ഒരു സംവിധാനമാണ്. ഉദാഹരണത്തിന് വാൾസ്, ഡോർസ്, വിൻഡോസ്, ടെക്സ്റ്റ്, ഡയമെൻഷൻസ് എന്നിവ ഓരോന്നിനും പ്രത്യേകം ലെയറുകളിൽ സജ്ജീകരിക്കും. വളരെ ലളിതമായി പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ഫയലുകൾ, ഫോൾഡറുകൾ ക്രമീകരിക്കുന്നത് പോലെ ഓട്ടോകാഡിൽ ഒബ്ജക്റ്റിനെ ക്രമീകരിക്കുന്നത് ലെയറുകളിലൂടെയാണ്. പ്രൊഫഷണൽ ഡ്രോയിങ്ങിന്റെ അടിത്തറയാണ് ഒരു നല്ല ലെയർ സിസ്റ്റം. ലെയർ സെറ്റപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പുതിയ ഡ്രോയിങ് ടെംപ്ലേറ്റിൽ നിന്നും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഓട്ടോകാഡ് 2025 വേർഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓട്ടോകാഡ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തതിനു ശേഷം ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വിവിധ ഡ്രോയിങ് ടെംപ്ലേറ്റുകൾ കാണാം. പഠന വിഷയങ്ങൾക്കായി നമ്മൾ തയ്യാറാക്കിയ ചില പ്രൊഫഷണൽ ടെംപ്ലേറ്റ്സും ഇവിടെ കാണാം. ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് acad.dwt എന്ന ഡിഫോൾട്ട് ടെംപ്ലേറ്റ് ആണ്. ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യം യൂണിറ്റ് ശരിയായി സെറ്റ് ചെയ്യണം. അതിന് UN എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുക. യൂണിറ്റ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്താൽ ലെങ്ത് ടൈപ്പ് ഡെസിമലായി സെറ്റ് ചെയ്യുക. ഇൻസെർഷൻ സ്കെയിൽ മില്ലിമീറ്ററായി സെറ്റ് ചെയ്യുക. ശേഷം പ്രിസിഷൻ ആവശ്യമുള്ള പോലെ സെലക്ട് ചെയ്യാം. ഞാൻ ഇതിനായി 0.00 ആണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ടെംപ്ലേറ്റ് എന്നത് ഓരോ പുതിയ ഡ്രോയിങ്ങിനും ഒരു സ്റ്റാൻഡേർഡ് സ്റ്റാർട്ടിംഗ് ഫയലാണ്. അതിൽ യൂണിറ്റ്സ്, ലെയേഴ്സ്, ലൈൻസ്, ബ്ലോക്സ്, ടൈറ്റിൽ ബ്ലോക്സ്, ബേസിക് സെറ്റിംഗ്, എൻവയോൺമെൻറ്റ് എന്നിവ മുൻകൂട്ടി ക്രമീകരിച്ചിരിക്കും. ഇതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ വിശദമായി പോകുന്നില്ല. പ്രൊഫഷണൽ ഡ്രോയിങ് ടെംപ്ലേറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഉപയോഗിക്കാം എന്നത് പിന്നീട് ഒരു പ്രത്യേക ചാപ്റ്ററിൽ വിശദമായി പഠിക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഡെഫോൾട്ട് ടെംപ്ലേറ്റ് ഉപയോഗിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ലെയർ സിസ്റ്റം തയ്യാറാക്കാം. യൂണിറ്റ് സെറ്റപ്പ് പൂർത്തിയായ ശേഷം ഈ ഡ്രോയിങ് ടെംപ്ലേറ്റ് നേരിട്ട് ഉപയോഗിക്കാതെ ആദ്യം ഒരു സാധാരണ ഡ്രോയിങ് ഫയലായി സേവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല പ്രാക്ടീസ്. അതിനായി ഫയൽ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ ടെംപ്ലേറ്റ് കാഡ്സി എന്ന പേര് തൽക്കാലം നൽകാം. ഇനി മുതൽ ഈ ഡ്രോയിങ് ഫയൽ ഉപയോഗിച്ചാണ് ഡ്രോയിങ് തയ്യാറാക്കേണ്ടത്. ഇനി ഈ ഡ്രോയിങ്ങിൽ പ്രൊഫഷണൽ ലെയർ സിസ്റ്റം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ലെയർ പ്രോപ്പർട്ടീസ് മാനേജർ തുറക്കാം. അതിനായി ഹോം ടാബിലുള്ള ലെയർ പ്രോപ്പർട്ടീസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ കീബോർഡിൽ LA എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെയാണ് ഡ്രോയിങ്ങിൻ്റെ എല്ലാ ലെയേഴ്സും ക്രിയേറ്റ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും. ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാൻ മുകളിലുള്ള ന്യൂ ലെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ലെയറിന് ഒരു പ്രൊഫഷണൽ നെയിം നൽകാം. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന മിക്ക കൺസൾട്ടൻസി ഓഫീസുകളിലും ലെയർ നെയിമിംഗ് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് അനുസരിച്ചാണ്. ആർക്കിടെക്ചറൽ ഡ്രോയിങ്ങിന് A എന്ന പ്രിഫിക്സും, സ്ട്രക്ചറൽ ഡ്രോയിങ്ങിന് S എന്നും, ഇലക്ട്രിക്കലിന് E എന്നും, പ്ലംബിങ്ങിന് P എന്നും, മെക്കാനിക്കലിന് M എന്നും എന്നിങ്ങനെയാണ് സാധാരണ നെയിമിംഗ് കൺവെൻഷൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ആർക്കിടെക്ചർ വാൾ ലെയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ലെയർ നെയിം A വാൾ 230 എന്ന് നൽകാം. ഇവിടെ A എന്നത് ആർക്കിടെക്ചറിനെയും വാൾ എന്നത് ഒബ്ജക്റ്റിനെയും 230 എന്നത് 230 mm വാൾ തിക്നെസ്സിനെയും സൂചിപ്പിക്കുന്നു. വലിയ പ്രോജക്റ്റുകൾ കോൺക്രീറ്റ് വാൾ, CMV വാൾ, പാർട്ടീഷൻ വാൾ എന്നിങ്ങനെ വിവിധ ടൈപ്പിലും തിക്നെസ്സിലും വാൾസ് ഉണ്ടാകും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ ലെയർ നെയിമിംഗ് ഉപയോഗിച്ചാൽ ഡ്രോയിങ് പിന്നീട് എഡിറ്റ് ചെയ്യാനും, ഫിൽട്ടർ ചെയ്യാനും, മാനേജ് ചെയ്യാനും, ടീമുമായി വർക്ക് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. ഇതാണ് പ്രൊഫഷണൽ കാഡ് സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ലെയർ നെയിമിംഗിന്റെ അടിസ്ഥാന രീതി.
ഓട്ടോകാഡ് പഠിക്കുന്ന പലരും ചെയ്യുന്ന ഒരു സാധാരണ തെറ്റാണ് ഡ്രോയിങ്ങിലെ എല്ലാ ഒബ്ജക്റ്റും ഒരേ കളറിൽ വരയ്ക്കുന്നത്. ചെറിയ ഡ്രോയിങ്ങിൽ അത് വലിയ പ്രശ്നമായി തോന്നാറില്ല. എന്നാൽ പ്രോജക്റ്റ് വലുതാകുമ്പോൾ ഡ്രോയിങ് വായിക്കാനും എഡിറ്റ് ചെയ്യാനും ലെയർ നിയന്ത്രിക്കാനും പ്ലോട്ട് ചെയ്യാനും അത് വലിയ ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ടാണ് പ്രൊഫഷണൽ കൺസൾട്ടൻസി ഓഫീസുകളിൽ ലെയർ കളേഴ്സിന് വ്യക്തമായ CAD സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നത്. പലരും ലെയർ കളേഴ്സ് ഉപയോഗിക്കുന്നത് ഡ്രോയിങ് കൂടുതൽ ഭംഗിയായി കാണാൻ വേണ്ടിയാണെന്ന് കരുതുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ കളർ എന്നത് ഒരു വിഷ്വൽ ഐഡന്റിഫിക്കേഷൻ സിസ്റ്റമാണ്. ഓരോ ഒബ്ജക്റ്റിനും എളുപ്പത്തിൽ തിരിച്ചറിയാനും ഡ്രോയിങ് മാനേജ് ചെയ്യാനും പ്ലോട്ടിംഗ് സമയത്ത് ശരിയായ ലൈൻ വെയ്റ്റ് ലഭിക്കാനും ലെയർ കളേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ലളിതമായ CAD സ്റ്റാൻഡേർഡ്സ് കാണിക്കാം. ഒരു ഡ്രോയിങ്ങിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ഒബ്ജക്ട്സ് ആയ വാൾസ്, പ്ലോട്ട് ബൗണ്ടറീസ്, ഫർണിച്ചേഴ്സ്, ഫിക്സ്ചേഴ്സ്, ടെക്സ്റ്റ്, ഡയമെൻഷൻസ് എന്നിവയ്ക്ക് ഓട്ടോകാഡ് കളർ പാലറ്റിലെ ആദ്യത്തെ സ്റ്റാൻഡേർഡ് കളർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല പ്രാക്ടീസ്. കാരണം പിന്നീട് പ്ലോട്ട് സ്റ്റൈൽ CTB തയ്യാറാക്കുമ്പോൾ ഓരോ കളേഴ്സിനും വ്യത്യസ്ത ലൈൻ വെയ്റ്റ് അസൈൻ ചെയ്യാൻ വളരെ എളുപ്പമാകും. അതിലൂടെ പ്രിന്റ് ചെയ്യുന്ന ഡ്രോയിങ് കൂടുതൽ വ്യക്തവും പ്രൊഫഷണലുമായിരിക്കും. ഉദാഹരണത്തിന് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന കളർ സ്റ്റാൻഡേർഡ്സ് ഇതാണ്. വാൾസിന് സ്യാനും, പ്ലോട്ട് ബൗണ്ടറിക്ക് വൈറ്റും, ഫർണിച്ചറിന് ഗ്രേയും, ഫിഷേഴ്സിന് ലൈറ്റ് ഗ്രേയും, ടെക്സ്റ്റിന് ബ്ലൂവും, ഇമ്പോർട്ടന്റ് ടെക്സ്റ്റിന് നോട്ട്സിനും മജന്തായും, ഡയമെൻഷൻസിനും മജന്തായും സാധാരണ നൽകി പോകാറുണ്ട്. ഈ ലെയറിന് കളർ അസൈൻ ചെയ്യാൻ കളർ കോളമിൽ ക്ലിക്ക് ചെയ്യാം. ഓട്ടോകാഡ് കളർ പാലറ്റ് ഓപ്പൺ ചെയ്യും. ഇവിടെ നിന്ന് സ്യാൻ കളർ സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ വാൾ ലെയറിന് സ്യാൻ കളർ അസൈൻ ചെയ്തിരിക്കുന്നു. ഇതെല്ലാ കമ്പനികളിലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഓരോ കൺസൾട്ടൻസി ഓഫീസിനും അവരുടെ സ്വന്തം CAD സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും. എന്നാൽ ഓട്ടോകാഡ് പഠിക്കുന്ന തുടക്കത്തിൽ തന്നെ സ്റ്റാൻഡേർഡ് കളർ ഉപയോഗിക്കുന്ന ശീലം വളർത്തിയാൽ പിന്നീട് പ്രൊഫഷണൽ വർക്ക് ഫ്ലോയിലേക്ക് മാറുന്നത് വളരെ എളുപ്പമാകും. അടുത്തതായി ഈ ലെയറിന് ലൈൻ ടൈപ്പ് എങ്ങനെ അസൈൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓട്ടോകാഡിൽ ലൈൻ ടൈപ്പ് എന്നത് ഒരു ലൈൻ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്ന് നിർണ്ണയിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഉദാഹരണത്തിന് ഒരു ലൈൻ കണ്ടിന്യൂസ് ആയിരിക്കാം, ഡാഷ്ഡ് ആയിരിക്കാം, സെൻട്രൽ ലൈൻ ആയിരിക്കാം, ഹിഡൻ ലൈൻ ആയിരിക്കാം. ഡ്രോയിങ്ങിൽ ഓരോ ലൈനിന്റെയും ഉദ്ദേശം മനസ്സിലാക്കാൻ ശരിയായ ലൈൻ ടൈപ്പ് ഉപയോഗിക്കുന്നത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. പ്രൊഫഷണൽ ഡ്രോയിങ്ങിൽ എല്ലാ ലെയേഴ്സിനും ഒരേ ലൈൻ ടൈപ്പ് ഉപയോഗിക്കാറില്ല. ഓരോ ഒബ്ജക്റ്റിന്റെയും ആവശ്യകത അനുസരിച്ചാണ് ലൈൻ ടൈപ്പ് തിരഞ്ഞെടുക്കുന്നത്. ഈ ലെയറിന് ലൈൻ ടൈപ്പ് അസൈൻ ചെയ്യാൻ ലൈൻ ടൈപ്പ് കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. ഒരു പുതിയ ഡ്രോയിങ് ആണെങ്കിൽ സാധാരണ കണ്ടിന്യൂസ് മാത്രമേ കാണുകയുള്ളൂ. മറ്റ് ലൈൻ ടൈപ്പ് ഉപയോഗിക്കണമെങ്കിൽ ലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓട്ടോകാഡിൽ ലഭ്യമായ നിരവധി ലൈൻ ടൈപ്സിന്റെ ലിസ്റ്റ് ഇവിടെ കാണാം. ഇവിടെ നിന്ന് ആവശ്യമായ ലൈൻ ടൈപ്സ് തിരഞ്ഞെടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഉദാഹരണത്തിന് ഹിഡൻ ലൈൻസിന് ഹിഡൻ എന്നും സെൻട്രൽ ലൈൻസിന് സെൻറ്റർ, സാധാരണ വിസിബിൾ ഒബ്ജക്റ്റിന് കണ്ടിന്യൂസ് എന്നിവയാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വാൾ ലെയർ ആയതിനാൽ അതിന് കണ്ടിന്യൂസ് ലൈൻ ടൈപ്പ് തന്നെയാണ് ഏറ്റവും ഉചിതം. കാരണം വാൾസ് എപ്പോഴും വിസിബിൾ ഒബ്ജക്റ്റ് ആയതിനാൽ അവ കണ്ടിന്യൂസ് ലൈൻസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഓർക്കുക, ലൈൻ ടൈപ്പ് തിരഞ്ഞെടുക്കുന്നത് ഡ്രോയിങ് മനോഹരമാക്കാൻ വേണ്ടിയല്ല, ഡ്രോയിങ് വായിക്കുന്ന ഒരാൾക്ക് ഓരോ ലൈനിന്റെയും അർത്ഥം വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ശരിയായ ലെയർ നെയിമിംഗ്, കളേഴ്സ്, ലൈൻ ടൈപ്പ് എന്നിവ ഉപയോഗിച്ചാൽ ഡ്രോയിങ് കൂടുതൽ പ്രൊഫഷണൽ ആവുകയും എഡിറ്റിംഗ്, കോർഡിനേഷൻ, പ്ലോട്ടിംഗ് എന്നിവ വളരെ എളുപ്പമാവുകയും ചെയ്യും. അടുത്തതായി ഈ ലെയറിന് ലൈൻ വൈറ്റ് എങ്ങനെ അസൈൻ ചെയ്യാമെന്ന് നോക്കാം. ഈ ലെയറിന് ലൈൻ വെയ്റ്റ് അസൈൻ ചെയ്യാൻ ലൈൻ വെയ്റ്റ് കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. ഓട്ടോകാഡിൽ ലഭ്യമായ വിവിധ ലൈൻ വെയ്റ്റ് വാല്യൂസ് ഇവിടെ കാണാം. ഇവ മില്ലിമീറ്റർ അടിസ്ഥാനത്തിലാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വാൾ ലെയർ ആയതിനാൽ ഇതിന് ഉദാഹരണമായി 0.3 mm അല്ലെങ്കിൽ 0.35 mm പോലുള്ള ലൈൻ വെയ്റ്റ് തിരഞ്ഞെടുക്കാം. ലൈൻ വെയ്റ്റ് എന്നത് ഒരു ലൈൻ പ്രിന്റ് ചെയ്യുമ്പോൾ എത്ര തിക്നെസ്സിൽ കാണണമെന്ന് നിർണ്ണയിക്കുന്ന ഒരു പ്രധാന പ്രോപ്പർട്ടിയാണ്. പ്രൊജക്ട് സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഈ വാല്യൂവിന് മാറ്റമുണ്ടാവാം. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ടെക്നിക്കൽ ഡ്രോയിങ്ങിൽ എല്ലാ ലൈൻസിനും ഓരോ തിക്നെസ്സിൽ പ്രിന്റ് ചെയ്യാറില്ല. ഓരോ ഒബ്ജക്റ്റിന്റെയും പ്രാധാന്യവും ആവശ്യകതയും അനുസരിച്ച് വ്യത്യസ്ത ലൈൻ വെയ്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് വാൾ സാധാരണ കൂടുതൽ കട്ടിയുള്ള ലൈൻ വെയ്റ്റിലും ഫർണിച്ചേഴ്സ്, ഫിക്സ്ചേഴ്സ്, ഡയമെൻഷൻ, ടെക്സ്റ്റ് എന്നിവ താരതമ്യേന ചെറിയ ലൈൻ വെയ്റ്റിലാണ് പ്രിന്റ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഡ്രോയിങ് വായിക്കുന്ന ഒരാൾക്ക് പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉടൻ തിരിച്ചറിയാൻ കഴിയും. ഇതോടെ നമ്മുടെ ലെയറിന് പ്രൊഫഷണൽ നെയിം, കളർ, ലൈൻ ടൈപ്പ്, ലൈൻ വെയ്റ്റ്
എന്നിവ വിജയകരമായി അസൈൻ ചെയ്തു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മോഡൽ സ്പേസിൽ ലൈൻ വെയ്റ്റ് ഡിസ്പ്ലേ ആകണമെങ്കിൽ സ്റ്റാറ്റസ് ബാറിലുള്ള LWT ലൈൻ വെയ്റ്റ് ഡിസ്പ്ലേ ഓൺ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ എല്ലാ ലൈൻസും ഒരേ തിക്നെസ്സിൽ തന്നെയായിരിക്കും കാണുക. പക്ഷേ പ്രിന്റ് എടുക്കുമ്പോൾ അസൈൻ ചെയ്തിരിക്കുന്ന യഥാർത്ഥ ലൈൻ വെയ്റ്റ് തന്നെ ലഭിക്കും. ലൈൻ വെയ്റ്റ് ശരിയായി അസൈൻ ചെയ്യുന്നതിലൂടെ ഡ്രോയിങ്ങിന് നല്ല വിഷ്വൽ ഹൈറാർക്കി ലഭിക്കും. അതായത് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് കൂടുതൽ വ്യക്തമായും സെക്കൻഡറി ഒബ്ജക്റ്റ് ആവശ്യമായ തോതിലും കാണപ്പെടും. ഇതാണ് ഒരു പ്രൊഫഷണൽ വർക്കിംഗ് ഡ്രോയിങ്ങിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്ന്. ഓട്ടോകാഡിൽ ഓരോ ഒബ്ജക്റ്റിന്റെയും കളേഴ്സ്, ലൈൻ ടൈപ്പ്, ലൈൻ വെയ്റ്റ് എന്നിവ പ്രത്യേകം മാറ്റുന്ന ശീലം ഒഴിവാക്കുക. എപ്പോഴും ആദ്യം ലെയർ ക്രിയേറ്റ് ചെയ്യുക, തുടർന്ന് ആ ലെയറിൽ തന്നെ കളർ, ലൈൻ ടൈപ്പ്, ലൈൻ വെയ്റ്റ് എന്നിവ അസൈൻ ചെയ്യുക. ശേഷം എല്ലാ ഒബ്ജക്റ്റും ബൈലെയർ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് ഡ്രോ ചെയ്യേണ്ടത്. ഇതാണ് പ്രൊഫഷണൽ കൺസൾട്ടൻസി ഓഫീസുകളിലും എഞ്ചിനീയറിംഗ് കമ്പനികളിലും പിന്തുടരുന്ന സ്റ്റാൻഡേർഡ് വർക്ക് ഫ്ലോ. പിന്നീട് മാറ്റങ്ങൾ വരുമ്പോൾ ലെയർ അപ്ഡേറ്റ് ചെയ്താൽ അതിലുള്ള എല്ലാ ഒബ്ജക്റ്റും ഒരുമിച്ച് അപ്ഡേറ്റ് ആകും. ഇതുവരെ നമ്മൾ പ്രൊഫഷണൽ ലെയർ സെറ്റപ്പ് പൂർത്തിയാക്കി. അടുത്ത ചാപ്റ്ററിൽ പ്രൊഫഷണൽ ഡ്രോയിങ്ങുകൾക്കായി ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ടൈറ്റിൽ ബ്ലോക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിശദമായി പഠിക്കാം.